അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടുള്ള മണിപ്പാൽ ഹോസ്പിറ്റൽ എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിമുള്ള മണിപ്പാൽ ഗ്രൂപ്പുകാരുടെ മണിപ്പാൽ ഹെൽത്ത് എൻ്റർപ്രൈസ് എന്നുള്ള കമ്പനിയുടെ IPO മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഹെൽത്ത് കെയർ സെക്ടർ IPO തന്നെ ആയിരിക്കും ഇത്. ഈ ഒരു IPOയുടെ സൈസ് തന്നെ 9,275 കോടി രൂപയാണ്. കുറച്ച് പേര് പറയുന്നതാണ് ഈ ഒരു കമ്പനിയുടെ PE 76 ടൈംസിലാണ് വരുന്നത്. നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിൽ 65 ഉള്ളൂ, ഫോർട്ടിസ് 68 ഉള്ളൂ. അപ്പോൾ ഭയങ്കര വാല്യൂഷനിലാണ് ഈ ഒരു കമ്പനി വരുന്നത്. ആക്ച്വലി നമ്മൾ ഇതുപോലെ കടമുള്ള ഒരു കമ്പനിക്ക് ആ ഒരു ഫൈനാൻസ് കോസ്റ്റും ഒക്കെ വരുന്നതുകൊണ്ട് EV/EBITDA ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ നോക്കുന്നത്. എൻ്റർപ്രൈസ് വാല്യൂ ടു EBITDA ആ ഒരു കടവും മാർക്കറ്റ് ക്യാപ്പും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള അതും നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂട്ടാതുള്ള ആ ഒരു ബോട്ടം ലൈനും ഒക്കെ ആയിട്ട് നമ്മളൊരു വാല്യൂഷൻ എടുക്കുമല്ലോ. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 35 ടൈംസിലാണ് ഈ ഒരു അപ്പോളോ ഹോസ്പിറ്റൽ ട്രേഡ് ചെയ്യുന്നത്. വെറും 29 ടൈംസ് EV/EBITDA നമ്മുടെ ഈ ഒരു മണിപ്പാൽ ഹോസ്പിറ്റൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ട് ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് വാല്യൂ ഒന്നാണ്, വാല്യൂഷൻ ഒന്നാണ്. നമ്മൾ ആ ഒരു വാല്യൂഷൻ കൊണ്ടുവരുന്ന ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞ ഫാക്ടറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ഒരു കമ്പനി 2010 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഈ ഒരു കമ്പനി വേറെയുള്ള ഹോസ്പിറ്റലുകളെ അക്വയർ ചെയ്താണ് ഈ ഒരു കമ്പനി വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഓരോ അക്വിസിഷനിലും ഓരോ കമ്പനിയുടെ ആ ഒരു ബാലൻസ് ഷീറ്റിലുള്ള ആ ഒരു ഗുഡ് വിൽ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ബുക്ക് വാല്യൂവിൽ ആഡ് ചെയ്താണ് വരുന്നത്. അസറ്റിനകത്ത് ഈ ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 8,000 കോടിക്ക് മുകളിൽ ഗുഡ് വില്ല് തന്നെ ഉണ്ട് അവരുടെ ആ ഒരു ബാലൻസ് ഷീറ്റ്. ഈ ഒരു ഗുഡ് വില്ലൊക്കെ നമ്മളെടുത്ത് ബുക്ക് വാല്യൂവിനകത്ത് ആഡ് ചെയ്തിട്ട് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ല വാല്യൂ ഉണ്ടോ? അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂഷൻസ് കൊണ്ടുവരുന്ന ആ ഒരു നമ്പേഴ്സിന് അകത്തുള്ള വാല്യൂ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഈ ഒരു മണിപ്പാൽ ഹോസ്പിറ്റൽ. നമ്മളത് പറഞ്ഞത് ബെഡ് സൈസിൻ്റെ കമ്പാരിസണിലാണ്. ഓൾമോസ്റ്റ് 10,000 ബെഡേ ഉള്ളൂ അപ്പോളോ ഹോസ്പിറ്റലിൽ രണ്ടാം സ്ഥാനത്തേക്കുന്നത്. ഒന്നാം സ്ഥാനത്തേക്കുന്ന ഈ ഒരു മണിപ്പാൽ ഹോസ്പിറ്റലിൽ 13,000 ചില്ലറയുണ്ട്. പക്ഷേ അത് ലൈസൻസ്ഡ് ബെഡിൻ്റെ കപ്പാസിറ്റിയാണ് പറയുന്നത്. അതിൽ 6,880 ബെഡുകൾ മാത്രമേ ഓപ്പറേഷണലായിട്ടുള്ളൂ. അത് അപ്പോളോ ഹോസ്പിറ്റലിനേക്കാളും ചെറുതാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പോളോ ഹോസ്പിറ്റലിനേക്കാളും വലിയൊരു കമ്പനി അല്ല ഈ ഒരു മണിപ്പാൽ ഹോസ്പിറ്റൽ. അതുപോലെ റവന്യൂസിൻ്റെ കാര്യത്തിൽ അപ്പോളോ ഹോസ്പിറ്റൽ തന്നെയാണ് ടോപ്പിൽ വരുന്നത്. ഇവർക്ക് പാൻ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 49 ഹോസ്പിറ്റൽസ് ഉണ്ട്. അവർക്ക് ആ ഒരു മഹാരാഷ്ട്ര സൈഡിൽ ഇപ്പോൾ സഹ്യാദ്രി ഹോസ്പിറ്റൽ ഗ്രൂപ്പുകാരെ അക്വയർ ചെയ്തതിൽ വെസ്റ്റ് സൈഡിൽ നല്ലൊരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലുള്ള നല്ല സ്ഥലങ്ങളിലെല്ലാം ആ ഒരു സഹ്യാദ്രി ഗ്രൂപ്പുകാരുടെ ഹോസ്പിറ്റലുണ്ട്. ആ ഒരു ഹോസ്പിറ്റൽസ് ആ ഒരു സൈഡിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് 6,000 കോടിയോളം രൂപ ചിലവായി. അതെല്ലാം ഡെറ്റ് വഴിയാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർണാടകത്തിൽ ഈ ഒരു ബാംഗ്ലൂർ റീജിയനിലാണ്. അപ്പോൾ സൗത്തിലും വെസ്റ്റിലും ഈസ്റ്റിലും അവർക്ക് അത്യാവശ്യം ഒരു പൊസിഷനുണ്ട്. പിന്നെ ആ ഒരു നോർത്തിൽ ആ ഒരു NCR റീജിയനിലൊക്കെ അവർ ഇനി അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതും ഇതുപോലെ അക്വിസിഷൻ വഴിയാണ് അവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു റവന്യൂവിൻ്റെ ഒരു 50% വരുന്നത് ഈ ഒരു കർണാടക എന്നുള്ള സ്റ്റേറ്റിൽ നിന്നാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ പെട്ടെന്ന് ഒരുപാട് ഹോസ്പിറ്റൽസ് അക്വയർ ചെയ്ത് പോയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഒക്യുപ്പൻസി റേറ്റ് സാധാരണ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറവാണ്. 64% അപ്പോൾ മാനേജ്മെൻറ്റ് അവരുടെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേഷ്യൻസിനെ കൂടുതൽ കാലം നിലനിർത്താനല്ല നോക്കുന്നത്, അവരെ പെട്ടെന്ന് റെഡിയാക്കി വിടാനാണ് നോക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ അവരുടെ ആ ഒരു ബെഡിലുള്ള ആ ഒരു റവന്യൂ ആണ് അവരുടെ ആ ഒരു ഇൻകത്തിൻ്റെ ഇത് കാണിക്കുന്നത്. ആ ഒരു ARPOB എന്നാണ് ആ ഒരു വാല്യൂക്ക് പറയുന്നത്, ആവറേജ് റവന്യൂ പെർ ഒക്യുപൈഡ് ബെഡ്. ആ ഒരു വാല്യൂ പതിയെ കൂടി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 69,000 രൂപയ്ക്ക് അടുപ്പിച്ചാണ് അവരുടെ ആ ഒരു ARPOB ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പിന്നെ ഈ ഒരു IPO കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു IPO ഓപ്പൺ ആവുന്നത് 29 ജൂലൈയിലാണ്. അതുപോലെ IPO ക്ലോസ് ആവുന്നത് 31 ജൂലൈയിലാണ്. ഈ ഒരു IPOയുടെ അലോട്ട്മെൻറ്റ് ഫൈനലൈസേഷനൊക്കെ ആ ഒരു 3 ജൂലൈയിലും അതുപോലെ അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു IPOയിൽ അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഷെയർസ് 4-ാം തീയതി ക്രെഡിറ്റ് ആവും. അതുപോലെ 5-ാം തീയതി മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നതാണ്. ഈ ഒരു IPOയുടെ പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 560 തൊട്ട് 590 രൂപ വരെയാണ്. ഈ ഒരു 590 എന്നുള്ള അപ്പർ പ്രൈസ് ബാൻഡിൽ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ വരുന്നത് ഓൾമോസ്റ്റ് 77,690 കോടി അടുപ്പിച്ചാണ്. ഓൾമോസ്റ്റ് 78,000 കോടി അടുപ്പിച്ചാണ് ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ വരുന്നത്. അതുപോലെ ഇതിൻ്റെ എംപ്ലോയീസിന് ഒരു 56 രൂപയുടെ എംപ്ലോയി ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഒരു IPOയിൽ. അതുപോലെ റീറ്റെയിൽ കാറ്റഗറിയിൽ 10% മാത്രമേ ഈ ഒരു IPO ഉള്ളൂ. അതുപോലെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 15%, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് 50% ഈ ഒരു ഇഷ്യൂവിൽ അലൊക്കേഷനുണ്ട്. പിന്നെ ഈ ഒരു കമ്പനിയുടെ IPOയുടെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ 9,275 കോടി രൂപയുടെ IPO ആണ്. അതിൽ
8,000 കോടി രൂപയുടെ ഓൾമോസ്റ്റ് 8,000 കോടി രൂപയും ഈ ഒരു കമ്പനിയിൽ ഫ്രഷ് ഇഷ്യൂ ആണ്. ആ കമ്പനിയിലോട്ട് തന്നെ വരുന്ന പൈസയാണ്. ബാക്കി ആ ഒരു 1,275 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഓഫർ ഫോർ സെയിലാണ്. ബേസിക്കലി ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനിയിൽ കുറച്ച് സ്റ്റേക്ക് വിൽക്കുകയാണ്. ടെമാസെക് ഇവരുടെ ആ ഒരു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് എക്വിറ്റി ഫേമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സബ്സിഡറിയാണ് മെയിനായിട്ട് ഇതിനകത്ത് ഷെയർസ് സെല്ല് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഒരു ഇന്ത്യയിൽ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പുകാരും മണിപ്പാൽ ഗ്രൂപ്പുകാരും ഇതിൽ കുറച്ച് ഷെയർസ് വിൽക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള മിക്കവാറുമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നല്ലൊരു ശതമാനം ഈ ഒരു പ്രൈവറ്റ് എക്വിറ്റി ഫേംസ്, പുറത്തുള്ള ഫേംസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. വലിയ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് കാണും. ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് ഇൻവെസ്റ്റേഴ്സായിട്ട് കാണും. മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അങ്ങനെ ഉണ്ട്. ഈ ഒരു 8,000 കോടി ഫ്രഷ് ഇഷ്യൂവിൽ കളക്ട് ചെയ്യുന്ന ആ ഒരു പൈസയിൽ 5,552.7 കോടി രൂപയോളം പൈസ യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഒരു കമ്പനി 6,000 കോടി രൂപയ്ക്കാണ് ഈ ഒരു വെസ്റ്റിലുള്ള അവർ മഹാരാഷ്ട്രയിൽ അവരുടെ ഹോസ്പിറ്റൽ ചെയിൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹ്യാദ്രി ഗ്രൂപ്പുകാരുടെ ഹോസ്പിറ്റലുകളെല്ലാം അക്വയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് ഒരുപാട് കടങ്ങളുണ്ട്. അതുപോലെ നല്ലൊരു തുക ഫൈനാൻസ് കോസ്റ്റായിട്ട് അവർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്വിറ്റി റേസ് ചെയ്യുന്നതോടുകൂടി ആ ഒരു കടം നല്ലൊരു രീതിയിൽ കുറയും. നെറ്റ് ഡെറ്റ് ഓൾമോസ്റ്റ് 0 എത്തും. അപ്പോൾ ആ ഒരു ഫൈനാൻസ് കോസ്റ്റ് കുറയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയിൽ ബോട്ടം ലൈനിൽ ആ ലാഭത്തിൽ കുറച്ചുകൂടെ പൈസ വരും. പക്ഷേ ഒരു 10% എക്വിറ്റി ഡൈല്യൂഷനുണ്ട്. കുറച്ച് ഷെയർസ് കൂടിയാലും ആ ഒരു എക്വിറ്റി കുറച്ച് കൂടിയാലും ആ ഒരു കമ്പനിയുടെ ആ ഒരു ഡെറ്റ് കുറയാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ ഒരു ഫൈനാൻഷ്യൽ ബർഡൻ ഒത്തിരി കുറയുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ അവർക്ക് ആ ഒരു NCR റീജിയനിലോട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഡെറ്റ് എടുക്കാം. ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലോട്ട് വീണ്ടും ആ കമ്പനി വരും. ആ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും കമ്പനി. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ റവന്യൂസ് ഓൾമോസ്റ്റ് 30% കാഗറിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വളർന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു കമ്പനിയുടെ ബോട്ടം ലൈൻ, അതായത് ആ ഒരു നെറ്റ് പ്രോഫിറ്റ് ആ ഒരു രീതിയിൽ വളർന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ കൂടി വരുന്ന എക്സ്പെൻസുകളാണ്. ഈ ഒരു കമ്പനിയുടെ ഫൈനാൻസ് കോസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ ഡിപ്രിഷിയേഷനും ബാക്കിയുള്ള എക്സ്പെൻസുകളും ഒക്കെ കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു ബോട്ടം ലൈനിൽ ആ രീതിയിലൊരു വളർച്ച ആ ഒരു കമ്പനി കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡീലെവറേജിങ്, ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു IPO വഴി എക്വിറ്റി റേസ് ചെയ്തിട്ട് ഈ ഒരു ഡെറ്റ് കുറയ്ക്കുന്ന ആ ഒരു രീതി വെച്ചിട്ട് ആ ഒരു ബോട്ടം ലൈൻ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പ്രോഫിറ്റ്സ് കമ്പനിയിലോട്ട് വരുന്ന രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഇബിറ്റ മാർജിൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 27% ഉണ്ട്. അത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെവലാണ്. അതുപോലെ നമുക്ക് നോക്കാം ഈ ഒരു ARPOB, ഒരു ബെഡിൽ പെർ ഡേ ഉള്ള ആ ഒരു റവന്യൂ ഓൾമോസ്റ്റ് 61,000 രൂപയിൽ നിന്ന് 68,000 രൂപയിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു വാല്യൂ ഈ ഹോസ്പിറ്റൽ ചെയിനുകാരുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി മാർക്ക് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പിന്നെ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് ബാക്കിയുള്ള ഹോസ്പിറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാണെന്ന് ഞാൻ എന്തായാലും പറയത്തില്ല. ഓൺ പാറാണ്, അല്ലെങ്കിൽ അതിലും താഴെയാണെന്നേ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയുടെ ആ ഒരു ഗ്രോത്ത് വേറൊരു കമ്പനിക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. വേറെയുള്ള ഹോസ്പിറ്റൽസിനെ അക്വയർ ചെയ്താണ് ഈ ഒരു കമ്പനി വളർന്നു പോകുന്നത്. എന്നാലും ആ ഒരു ഗ്രോത്ത് എന്നുള്ള ഫാക്ടർ ഈ ഒരു കമ്പനിയിലുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു മണിപ്പാൽ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു IPO വെൽ വാല്യൂഡ് ആയിട്ടൊരു IPO ആണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി വലിയൊരു ലാഭം ഉണ്ടാക്കാൻ എന്തായാലും ഇല്ല. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് കറക്റ്റ് ഒരു വാല്യൂഷനിൽ, അത് ആ ഒരു കമ്പനിയുടെ വാല്യൂവിനനുസരിച്ചൊരു വിലയിൽ വരുന്നതുകൊണ്ട് വലിയൊരു റിട്ടേൺ എന്തായാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ലിസ്റ്റിംഗ് ഗെയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയേ അല്ല അത്. ഗ്രേ മാർക്കറ്റിൽ പ്രീമിയവും ഇല്ല. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ലോങ് ടേമിലേക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് വേണ്ടെന്നുള്ള ഒരു 10% മുകളിൽ 15% മുകളിൽ കാഗർ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയല്ല ഈ ഒരു വാല്യൂഷനിൽ. പിന്നെ SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് കാലങ്ങൾ എല്ലാ പ്രൈസിലും ഇൻവെസ്റ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽ കമ്പനി തന്നെയാണ്. ഈ ഒരു ബിസിനസ് എന്നും കാണും. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഓൺകോളജിയിലും കാർഡിയോളജിയിലും ഒക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കമ്പനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ റിസ്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. ഈ ഒരു മണിപ്പാൽ ഗ്രൂപ്പുകാർ അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂവിന് എന്തെങ്കിലും പറ്റുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ മെയിനായിട്ടുള്ള റവന്യൂസ്, അതായത് 50% റവന്യൂസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കർണാടകത്തിലാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും വരിക ഈ ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഇവരെ കാര്യമായിട്ടൊരു റിസ്ക് ആയിട്ട് ബാധിക്കത്തുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വാല്യൂഷൻസ് ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ വാച്ച് ലിസ്റ്റിൽ വെക്കാം ഈ ഒരു കമ്പനി. അത്ര മാത്രമേ ഞാൻ ഈ ഒരു IPO നോക്കിയതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും ഗുണമുള്ള IPOs ഒക്കെ ഇനി മാർക്കറ്റിൽ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.